കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. ശബരിമലയിലെ സ്വത്ത്, നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത്, ആ സ്വത്ത് കവർന്നെടുത്തതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാ? ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട്. പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട്, അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജാണ്. ഒരു MP-ക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പം സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു MP-ക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക, എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത്തരം ചെയ്തി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെല്ലാം മനസ്സിലാക്കും. അതാണല്ലോ അവരുടെ ഭാഷ്യം. നട്ടുച്ചയ്ക്ക് ഇത് ഇരുട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കാര്യത്തിലും അങ്ങനെയല്ല, അവരൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വേറെ ആൾക്കാർ ഉത്തരവാദിത്വം. ഇനിയിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇതായിരിക്കും. ഇതൊക്കെ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എന്നുള്ളതാണ് കാര്യം. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. 2 കാര്യങ്ങളാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നത്. ഇതിപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലൊരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിന് ഒരു നോട്ടീസ് അയച്ചാൽ ED തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പോൾ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ED ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാകും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ED ആണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആൾ പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. രണ്ടാമത്തെ കാര്യം, ഇതിന് വാദത്തിന് വേണ്ടി ഇപ്പോൾ CPM-കാർ വരും, പലവയായിട്ട് വരും. ഇതൊന്നുമില്ല, നല്ല ED രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM-ഓ മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ ഇങ്ങനെ ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നില്ല? ED ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ? പ്രചരണത്തിൽ ഒട്ടും മോശക്കാരല്ലല്ലോ CPM. ഇതെന്തുകൊണ്ട് അവരും പൂഴ്ത്തിവെച്ചു? ഇപ്പോൾ ED പൂഴ്ത്തിവെച്ചു, CPM പൂഴ്ത്തിവെച്ചു, ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും പേരിലുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രോട്ടോക്കോളെല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം, കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാതെ സന്ദർശനം, ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്.
എനിക്ക് പറയാനുള്ളത്, ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം തുറന്നു പറയണം, ഇതെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം തെറ്റാണ്, ഇന്നിന്ന കാര്യങ്ങളാണ് നടന്നത്. വെറുതെ എൻ്റെ മടിയിൽ കനവില്ല എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. വസ്തുനിഷ്ഠപരമായിട്ട് പറയണം, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു പോകണം. ഇതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ ദുരന്തം കാണാൻ വന്നതാണ്.